ഹലോ നമസ്കാരം. സുധിനാണ്. ഞങ്ങളിന്നല്ലേ കോഴിക്കോടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ നേരെ ബാക്കിലുള്ള സൈറ്റിലാണ്. ഒരു 2 മാസം മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈറ്റാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ നമുക്ക് സൗകര്യമായത് ഇപ്പോഴാണ്. നന്നായി തോന്നി. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇവിടെ കെട്ടിയ സമയത്ത് ഈ മെഷിൻ്റെയും അതുപോലെ അടിഭാഗത്തിൽ കെട്ട് കാണുന്നില്ലേ, ഈ കെട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റായിരുന്നു, ബെൽറ്റിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ കാലുകളും മെഷെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഒരു ദിവസം വന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്ന് കരുതിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി പോയൊരു വർക്കായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചതല്ല ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഏകദേശം 40 മീറ്ററാണ് ഉള്ളത്. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. കാര്യം അവിടുന്ന് ഇതൊരു വീടാണ്, പുതിയ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റാണ്. സൈറ്റിൽ നമുക്ക് ഒരു സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെൻസിങ്, ഒരു ഈ അടിഭാഗത്തേക്ക് ഡെപ്താണ്. അപ്പോൾ അവിടെ നിന്ന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫെൻസിങ് ആണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ട് ഭാഗം മൊത്തം കോമ്പൗണ്ട് വാളുണ്ട്, ബാക്കി 3 സൈഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ അവർ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് നമ്മൾ വെൽഡ് ചെയ്തിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വെൽഡ് ചെയ്ത ഭാഗം ഗ്രീൻ പെയിൻറ്റിൽ അടിച്ചിട്ടുണ്ട്. എങ്കിലും പറയാം, ഒരിക്കലും വെൽഡ് ചെയ്യുന്നത് നല്ലതല്ല. കാര്യം നമുക്ക് ഇങ്ങനത്തെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് വെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സൈറ്റിലെല്ലാം എല്ലാ വീഡിയോയിലും 3D മെഷിൻ്റെ വീഡിയോയിലെല്ലാം പറയുന്ന പോലെ തന്നെ നമ്മളിത് ടാറ്റ വയറോണിൻ്റെ 3D വെൽഡഡ് മെഷാണ്. ഇതിൻ്റെ മെഷ്, കാലുകൾ, ക്ലിപ്പ്, ക്ലാമ്പ് എല്ലാം നമുക്ക് സ്പൈഡർ ക്ലാമ്പ്, അതിൻ്റെ ക്ലിപ്പ്, ക്ലാമ്പുകളെല്ലാം വരുന്നത് ടാറ്റ വയറോണിൽ ഡയറക്റ്റാണ്. നമ്മളതിനകത്ത് ഒന്നും ആഡ് ഓൺ ചെയ്യുന്നില്ല. എല്ലാം ടാറ്റ നമുക്ക് പാക്കേജായിട്ട് തരുന്നതാണ്. നമ്മളതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നത് ലേബർ ചാർജ് മാത്രമാണ്. അത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയുന്നതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഏകദേശം 4 അടിക്ക് 2700 രൂപ റേഞ്ചൊക്കെ നമുക്കൊരു മീറ്ററിന് കോസ്റ്റ് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിനനുസരിച്ച് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മാത്രം എൻക്വയറി ചെയ്യുക. സോ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് ഭാഗം ഏകദേശം ഒരു 6 മീറ്ററോളം ലെങ്ത്ത്, ഒരു ഇത്ര ഭാഗം നമ്മൾ ഗ്യാപ്പ് കിട്ടായിരുന്നു. കാരണം ഇവിടെ ഇവരുടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. പുറത്തോട്ട് ഒരു ഡൈനിങ്ങിന് അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ അതിന് ഇവിടെ ഗാർഡനിങ് എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ നിന്നുള്ള വ്യൂ ഒഴിവാക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. സോ വീണ്ടും ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തു. അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ വെൽഡ് ചെയ്തിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിമിനകത്ത് മെഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വന്ന് ഫസ്റ്റ് കോർണർ ഇവിടെ വരുന്നത്, ഇവിടെ നമ്മൾ കോർണർ ക്ലിപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോർണർ ക്ലിപ്പ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പേസാണ്. ഈ ഒരു സ്പേസ് ഓൾറെഡി ഈ തൊട്ടടുത്ത വീട്ടുകാരുടെ റൂഫിംഗ് ഷീറ്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചെയ്യുന്നിടത്ത് കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് ലെങ്ത്ത് കൂട്ടിത്തരാം. ലെങ്ത്ത് കൂട്ടി കൊടുത്തു. അതുപോലെ തന്നെ അടിഭാഗത്തുള്ള ഗ്യാപ്പ് കല്ല് കെട്ടി മതിൽ പോലെ റെഡിയാക്കാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് പിന്നെ ബാക്ക് സൈഡ് വരുന്നത് മൊത്തമായിട്ട് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള മതിലാണ്. ഈ ഹൈറ്റ് കൂടിയ മതിലിൻ്റെ നമ്മളിവിടെ കാല് വെച്ച സമയത്ത് ടാറ്റയുടെ തന്നെ 2.5 പൈപ്പ് വാങ്ങിച്ചിട്ട് വെൽഡ് ചെയ്ത് ലെങ്ത്ത് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ഗ്രീൻ കളർ പെയിൻ്റെല്ലാം അടിച്ചിട്ട് നമ്മൾ ആ ഒരു എസ്തെറ്റിക് വ്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടാവും, നമ്മൾ കുറച്ച് ഭാഗം പൈപ്പ് നമ്മുടെ ജിയയും ബാക്കിയുള്ള ടാറ്റയുടെ ഇതിന് വരുന്നത് നമ്മുടെ 3D മെഷിന് വരുന്ന പൈപ്പാണ്. കാര്യം നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വന്നായിരുന്നു. പക്ഷേ ഭയങ്കര മഴയായത് കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറിന് പറഞ്ഞു ഞങ്ങൾ പെയിൻറ്റിങ്ങുകാർ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്ര ഭാഗം ഹോളോ ബ്രിക്സിലും അത് കഴിഞ്ഞിട്ട് വരുന്നത് RRൻ്റെ കെട്ടാണ്, നമ്മുടെ കരിങ്കല്ലിൻ്റെ കെട്ടാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വരി കല്ലുണ്ട്. ആ കല്ല് വെച്ചിട്ട് നമ്മൾ വെച്ചതല്ല, ഓൾറെഡി കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ലിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കാലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം കസ്റ്റമർ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു രസം കൂടി കാണിച്ചു തരാം. ഏകദേശം നമ്മുടെ ഈ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിനടുത്തായിട്ടുള്ളൂ. ഏകദേശം എല്ലാ ഭാഗത്തും വള്ളി പടർന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെൻസിങ്ങിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഫെൻസിങ് നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ വള്ളിക്ക് ഭയങ്കര താല്പര്യമാണ് തോന്നുന്നുണ്ട്. എനിവേ നമ്മൾ പറഞ്ഞ സമയത്തിനുള്ള വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ 40 മീറ്ററോളാണ് നമുക്ക് ഏകദേശം ഏരിയ വരുന്നത്. 4 അടി ഹൈറ്റിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ മെഷിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് തമ്മിൽ 2 ഇഞ്ചും അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻസ് തമ്മിൽ 8 ഇഞ്ചുമാണ് ഗ്യാപ്പ് വരുന്നത്. 4 അടിയുടെ മെഷാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2 പുറത്തോട്ട് ബൾജിങ് വരും. അതിൻ്റെ മുകളിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. 2.5 മീറ്ററാണ് കാല് വരിക. ഓരോ പാനൽസ് 2.5 മീറ്ററാണ് വരിക. അതിലാണ് ഓരോ കാലിൻ്റെ ജോയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ശരിയാക്കും. പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഈ സൈറ്റിൽ. കാരണം വെച്ചാൽ നിങ്ങൾ സൈറ്റ് ഏകദേശം ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇനി ഇത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോൾ ഇതൊരു പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റാണ്. അപ്പോൾ അതാണ് പ്രത്യേകം പറയുന്നത്.
അത് ഞാൻ ജസ്റ്റ് സൈറ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് പറയുന്ന കാര്യം ഇതിപ്പോൾ കോഴിക്കോടാണ്. കോഴിക്കോട് നമുക്ക് മെയിനായിട്ട് എൻക്വയറി വരുന്ന ഒരു കാര്യങ്ങളിലൊന്ന് തെരുവ് നായ വീടിൻ്റെ മതിലിൻ്റെ മുകളിലൂടെ ചാടിയിട്ട് ഉള്ളിലോട്ട് കയറുക എന്നുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് 90% എൻക്വയറീസും വരാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അങ്ങനത്തെ പർപ്പസുകൾക്ക് 100% ഫലപ്രദമായിട്ടുള്ള മെറ്റീരിയലാണ്. ചെയിൻ ലിങ്ക് ആണ് വെച്ചാലും 3D മെഷ് ആണെങ്കിലും 3D മെഷ് കുറച്ച് പ്രീമിയമാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയിൻ ലിങ്ക് നമുക്ക് കുറച്ച് എക്കണോമിക്കലാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ 3 സൈഡാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് സൈഡ് മൊത്തം കോമ്പൗണ്ട് വാളാണ്. ഇൻ ഫ്യൂച്ചറിൽ മേ ബി ഇവർക്ക് നായയുടെ ശല്യം വരുന്നത് നമ്മൾ തന്നെ ഫ്രണ്ടിലെ മതിലിൻ്റെ മുകളിലും ഫെൻസിങ് ചെയ്ത് കൊടുക്കും, സംശയമൊന്നുമില്ല. ഇപ്പോൾ എസ്തെറ്റിക്കലി ഞാൻ ഇവിടെ ആർക്കിടെക്റ്റിൻ്റെ ഒരു കൺസൾട്ടിങ് പ്രകാരം ഫ്രണ്ട് ഭാഗത്ത് വേണ്ട എന്നത് പറഞ്ഞത് കൊണ്ടാണ് ഫ്രണ്ട് ഭാഗം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം 3D മെഷീൻ നമ്മൾ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വർക്കിൻ്റെ സമയത്ത് കുറച്ച് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതുന്നുണ്ട്. സോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.